ശ്രീ അനിൽകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഹുസൈൻ മുസാഫിറിനെ പരിചയപ്പെടുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് 2023 എന്നാണ്. അതിനുശേഷം അയാളെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതാ ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ്. 2021 സെപ്റ്റംബർ 4 മുതൽ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചിത്രങ്ങൾ ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. 2023 പരിചയപ്പെട്ട ആളുമായി എങ്ങനെയാണ് 2021 വി ഡി സതീശന് ചിത്രങ്ങൾ എടുക്കാൻ കഴിയുക? അനിൽകുമാർ, മനസ്സിലാകുന്നില്ല. അല്ല, വി ഡി സതീശനെ മനസ്സിലായിട്ടില്ലേ? ഇപ്പോ ആദ്യത്തെ ഉത്തരം വി ഡി സതീശനെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ സംഭവം തെളിയിച്ചത് ഓരോ ബുധനാഴ്ചയും വി ഡി സതീശൻ കൂടുതൽ വെളിപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന കള്ളനാണയം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സഖാവ് പിണറായി സൂചിപ്പിച്ച പോലെ കാപട്യത്തിന്റെ ആൾ രൂപം എത്രത്തോളം അധമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് LDF സർക്കാരിനെ ഇല്ലാതെയാക്കാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തവർ എത്രത്തോളം ക്രിമിനലുകളാണ്. ഈ ക്രിമിനലുകൾ ചെയ്ത കാര്യം എന്താണ്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും സന്ദർശനം നടത്തുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായ ബസ് കടന്നു പോകുമ്പോൾ ഒരു ചാനലിൽ അവരെ കൊട്ടേഷൻ എടുത്ത് ചാനലുകാരെ ഷൂട്ട് ചെയ്യുകയാണ്, സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ. മുഖ്യമന്ത്രിക്ക് നേരെ ചെരുപ്പെറിയുന്നു. ആ ചെരുപ്പെറിഞ്ഞ പെരുമ്പാവൂർ സംഘത്തിന്റെ തലവനാണ് ഈ മാഫിയ തലവൻ. അപ്പൊ ഈ മാഫിയ തലവന്മാരുമായി ചേർന്ന് കേരളത്തിനകത്ത് വിമോചന സമര കാലത്തെ പോലെ മുട്ടമ്പടി എന്തി നവകേരള ബസ്സിനെ ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ സംഘമാണ് ഇപ്പൊ പിടിയിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ പിന്നിലെ കോൺഗ്രസ് രാഷ്ട്രീയം കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. ഉമ്മൻചാണ്ടിയുടെ ആഫീസിലെ ജോപ്പനെ അന്നത്തെ ആഭ്യന്തരകാര്യമന്ത്രി അറസ്റ്റ് ചെയ്തത് പോലെ തന്നെ ഇത് കേരള പോലീസിന് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. തുഫാന്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ മാറ്റിയ വിവരവും പുറത്തുവിടുന്നുണ്ട്. നോഡൽ ഓഫീസറെ മാറ്റുന്നത് ഇങ്ങനെയുള്ളവരെ നോഡൽ ഓഫീസർമാരായി വെച്ചാൽ തന്റെ അനുയായികൾക്ക് രക്ഷയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്റെ അനുയായികൾ പിടിക്കപ്പെടും എന്ന സതീശന്റെ തിരിച്ചറിവാണ്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ തല പോയനെ. അപ്പൊ രമേശ് ചെന്നിത്തലയുടെ തല സുരക്ഷിക്കാൻ നോഡൽ ഓഫീസർ മാറ്റി. നോഡൽ ഓഫീസർ എന്ത് പിഴച്ചു? ഇത്രയും വലിയ ക്രിമിനൽ സംഘം അവർ നവകേരള സദസ്സിനെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. എന്തിനാണ് നവകേരള സദസ്സിനെ ആക്രമിക്കുന്നത്? എന്തിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഈ കടന്നാക്രമണം എല്ലാം നടത്തിയത്? ഓരോ സ്ഥലത്തും ഉണ്ടായ സംഭവങ്ങളിൽ സതീശന്റെ പങ്കുണ്ട്. ഓരോ സ്ഥലത്തും നവകേരള സദസ്സിന് മുന്നോടിയായി ക്രിമിനലുകളെ സംഘടിപ്പിച്ച് ആ ക്രിമിനലുകളെ കൊണ്ടാണ് മാധ്യമബന്ധനയോടെ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇതൊന്നും മറച്ചു വെക്കാൻ ഒരു മെസ്സിയുടെ കഥ കൊണ്ടൊന്നും നാട് രക്ഷപ്പെടുകയില്ല. മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു, മെസ്സി വന്നില്ല, അർജന്റീന വന്നില്ല. ഇനി വേണമെങ്കിൽ സ്പെയിൻകാരോ മറ്റാരെങ്കിലും ഒന്ന് കളിക്കട്ടെ, അവരെ കൊണ്ട് കളിപ്പിക്ക്. അതിനു പകരം എന്തോ മെസ്സിയെ ഇറക്കി കളിച്ചാൽ ഈ ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല, അങ്ങനെയാണോ? അല്ല, LDF പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കാലത്ത് മെസ്സിയെ കൊണ്ടുവരാൻ നോക്കി, പറ്റിയില്ല, ഞങ്ങൾ തോറ്റു. ജയിച്ചവരിന് മെസ്സിയല്ല, മെസ്സി റിട്ടയർ ചെയ്തല്ലോ. വേറെ ആളെ കൊണ്ടുവരട്ടെ, എംബാപ്പയെ കൊണ്ടുവരട്ടെ, സ്പെയിൻകാരെ കൊണ്ടുവരട്ടെ, ഇംഗ്ലണ്ടുകാരെ കൊണ്ടുവരട്ടെ. അവരങ്ങനല്ലേ ഹീറോയിസം. അതിനു പകരം മെസ്സി വന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കണോ? അതിന് കള്ളം പറഞ്ഞോണ്ടിരിക്കണോ? പക്ഷേ ഇവിടെ ശ്രീ അനിൽകുമാർ, എന്താണ് പ്രശ്നം? നോക്കൂ, ഇവിടെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞ ഈ വലിയ കളവാണ് വിഷയമായി നിൽക്കുന്നത്. ഇവരെ ആദ്യം പരിചയപ്പെടുന്നത് നവകേരള സദസ്സിലാണെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ ചിത്രങ്ങൾ പുറത്തുവിടുകയാണ്. 2021 സെപ്റ്റംബർ 4 ചിത്രം ഞങ്ങൾ പുറത്തുവിടുകയാണ്. അപ്പോൾ നവകേരള സദസ്സിന് മുൻപും അറിയാം മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ഈ പ്രതിയെ ഹുസൈൻ മുസാഫിറിനെ. അപ്പോൾ ആ ബന്ധം എന്ത്? അതാണ് ചോദ്യം. അതിനാണ് മറുപടി കിട്ടാത്തത്. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കളവ് പറയുന്നത്. അതെ, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സതീശന്റെ മന്ത്രിസഭയിലെ അംഗവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ ജനീഷ് ഈ ആളുകളെ അറിയത്തില്ല. അതുകൊണ്ട് ജനീഷ് വളരെ ആധികാരികമായി പറഞ്ഞു, ഇവർ യൂത്ത് കോൺഗ്രസുകാരല്ല. യൂത്ത് കോൺഗ്രസുകാരെല്ലാം ജനീഷ് പറഞ്ഞു. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളെയാണ് വി ഡി സതീശൻ സ്വന്തക്കാരാക്കിയത്. അവരാണ് ടീം UDF. വി ഡി സതീശൻ ടീം UDF എന്ന പേരിൽ കേരളത്തിനകത്ത് കഴിഞ്ഞ 5 കൊല്ലക്കാലമായി സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപയോഗിച്ചിട്ടാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി അന്ന് വ്യക്തിഹത്യ ചെയ്തത്. ഇന്നിപ്പം മെറ്റയൊക്കെ ഇങ്ങനെ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയല്ലേ, മുക്തം തൂത്തുവാരുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ളത്. പഴയ മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിന് തലവെട്ടി ഫോട്ടോ ഉണ്ടാക്കി ഒരു മന്ത്രിമാരായിട്ടിരിക്കുകയല്ലേ ഇപ്പോ.
ഏത് മെറ്റ അല്ല, അതിൽ രസകരമായ കാര്യമുണ്ട് ശ്രീ അനിൽകുമാർ. ഈ മെറ്റ ഉപയോഗിച്ച് ഇതൊക്കെ മാറ്റാൻ കഴിയുന്നു. പക്ഷെ മെറ്റ തന്നെയാണ് ഇവിടെ ചരിച്ചിരിക്കുന്നത്. നോക്കൂ, ആ ചിത്രം ഫേസ്ബുക്കിൽ ഡേറ്റ് സഹിതം കിടന്നതാണ് മുഖ്യമന്ത്രിയുടെ കളവ് പൊളിയുന്നതിന് കാരണമായത്. അപ്പോൾ മെറ്റ ചതിച്ചാശാനെ എന്ന് പറയേണ്ടി വരും. അല്ല, അവിടെയല്ല. നിങ്ങള് മെറ്റ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്താലും മുമ്പ് കൊടുത്തു പോയത് റിമൂവ് ചെയ്യപ്പെടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, മെറ്റയാണ് ചതിച്ചത് ഇവിടെ. മുമ്പ് കൊടുത്തു പോയത് റിമൂവ് ചെയ്യപ്പെടുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അങ്ങനെ മുമ്പ് കൈമാറിപ്പോയത് റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മുമ്പ് കൈമാറിപ്പോയത് റിമൂവ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് പിടിക്കപ്പെടുന്നത്. മാത്രമല്ല, അങ്ങനെ ഒന്നും ഒളിക്കാനാവില്ല. സതീശനെ ഒളിക്കാനാവില്ല. സതീശനെ ഒളിച്ചു നോക്കാനാവില്ല. കാരണം ഇതെല്ലാം പൊതുമണ്ഡലത്തിലുണ്ട്. ആളുകളുടെ ഫോണിനകത്ത് രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നതാണ്. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നതാണ്. എത്രയോ വീഡിയോ, ഏത് വീഡിയോ ആണ് നമുക്ക് തപ്പിയെടുക്കാമല്ലോ. അത് നമുക്ക് തപ്പിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇപ്പൊ തന്നെ ഇന്നലെ ഞാൻ പരിശോധിച്ചതാണ്. ഈ പെരുമ്പാവൂരിന്റെ ഇപ്രകാരം ഇത് ചെരിപ്പറിയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പം കാണുന്നില്ല. 2 ദിവസമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഉണ്ടെങ്കിലും ഒന്ന് കിട്ടാൻ. കാരണം ഈ ക്രിമിനലുകളാണല്ലോ അത് കൈകാര്യം ചെയ്തത്. സതീശന്റെ സംഘമാണ് ചെരിപ്പറിയുന്നത് എവിടെ? പെരുമ്പാവൂർ വെച്ച്. അപ്പം മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന നവകേരള ബസ്സിനെതിരെ ചെരിപ്പറിയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി ആലോചിച്ചുറപ്പിച്ച് നടപ്പാക്കിയ ഗൂഢാലോചനയാണ്. അതിൽ മുഖ്യമന്ത്രിയായ ഇന്ന് സതീശന് പങ്കുണ്ട് എന്നാണ് ഞങ്ങൾ കൃത്യമായി CPM ആരോപിക്കുന്നത്. അക്രമസംഘം എന്ന് പറയുന്നത് കേരളത്തിലെ LDFനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സതീശന് ഉപയോഗിച്ച സംഘമാണ്. അതിന്റെ ഗുണഭോക്താവ് സതീശനാണ്. ഇപ്പൊ അവർ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ശരി. പോലീസ് വക്താരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതോടുകൂടി തുഫാൻ എന്ന് പറയുന്നത് അവസാനം പറന്നു പോയിട്ട് പോലീസായി മാറി. തുഫാൻ നോഡൽ ഓഫീസർ. തുഫാൻ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വരും, കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റിൽ സതീശന്റെ സ്വന്തം ആളെ തൊട്ടപ്പോൾ തുഫാൻ പോലീസിന് നേരെയായി എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ അനിൽകുമാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.